താലി എന്ന സ്റ്റോറിക്ക് ശേഷം ഞാൻ രണ്ടാമത് കഥാജാലകത്തിൽ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോറിയാണിത്. നിങ്ങൾ താലിക്ക് നൽകിയ സപ്പോർട്ട് ഈ കഥക്കും നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കാൻ മറന്നേക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് അത്രയും അത്യാവശ്യമാണ്. കഥ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കഥയിലേക്ക് കടക്കാം. ഈ നാശം പിടിക്കാൻ ഉണ്ടായവളെ കൊണ്ട് വലിയ ഉപദ്രവമാണല്ലോ കർത്താവേ. കത്രീന ദേഷ്യം മൂത്ത് വന്നപ്പോൾ അലീനയെ പൊതിരെ അങ്ങ് തല്ലി. അലീനയുടെ സ്വന്തം അമ്മച്ചിയല്ല കത്രീന. അവളുടെ അമ്മച്ചി ആനി ചെറുതിലേ മരിച്ചു പോയതാണ്. അപ്പച്ചൻ രണ്ടാമത് കല്യാണം കഴിച്ചതാണ് കത്രീനയെ. വന്നു കയറിയ ആ സമയത്തൊക്കെ അവർക്ക് അലീനയെ വലിയ കാര്യമായിരുന്നു. പിന്നെയാണ് അവർക്ക് റോസ് മോൾ ഉണ്ടായത്. അതിനുശേഷം അവർക്ക് അലീനയെ കണ്ണിന് നേരെ കണ്ടുകൂടാതെയായി. അവരുടെ പകയും ദേഷ്യവും എല്ലാം അവർ റോസ് മോളുടെ ഉള്ളിലും നിറച്ചു. വളരും തോറും അലീനയെ ദ്രോഹിക്കാനും കുത്തുവാക്കുകൾ കൊണ്ട് പരിഹസിക്കാനും റോസുവും ശീലിച്ചു. ഇന്നിപ്പോൾ ചായ എടുക്കാൻ നേരം ഗ്ലാസ് ഒരെണ്ണം അലീനയുടെ കയ്യിൽ നിന്ന് തറയിൽ വീണങ്ങ് പൊട്ടി. അതിനാണ് അമ്മച്ചിയുടെ ഈ പുകില്. അപ്പച്ചൻ കിടപ്പിലായതിൽ പിന്നെ അലീന തന്നെയാണ് തയ്യൽ പണി ചെയ്ത് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതെന്തോ അവളുടെ ഉത്തരവാദിത്തമാണെന്നൊരു മട്ടാണ് റോസുവിനും കത്രീനക്കും. റോസു ഡിഗ്രി 3ാം വർഷമാണ് പഠിക്കുന്നത്. അവളെ പഠിപ്പിക്കുന്നതും അലീന തന്നെയാണ്. അന്നും കണ്ണും മനസ്സ് നിറച്ചാണ് അലീന പണിക്കിറങ്ങിയത്. നാട്ടിലെ ബസ് സ്റ്റോപ്പിനടുത്ത് ഒരു കുഞ്ഞു കട വാടകയ്ക്കെടുത്ത് അതിലാണ് അലീന ടൈലറിങ് ഇരിക്കുന്നത്. തട്ടിമുട്ടി പോവാനുള്ളത് അവൾ അതിൽ നിന്നുണ്ടാക്കും. ബസ് സ്റ്റോപ്പിന് അല്പം മാറിയുള്ള ആ ചെറിയ മുറി തുറക്കുമ്പോൾ പഴയ ഷട്ടറിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടിരുന്നു. മുറിക്കുള്ളിൽ പഴയ തുണികളുടെയും തയ്യൽ മെഷീൻ്റെ ഓയിലിൻ്റെയും ഒരു പ്രത്യേക ഗന്ധം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ചുവരിനോട് ചേർന്ന് വെച്ചിരുന്ന പഴയ തയ്യൽ മെഷീൻ, അതാണ് അലീനയുടെ ലോകം. ഷട്ടർ പൊക്കിയ ഉടനെ അവൾ ഒരു ചെറിയ തുണി കൊണ്ട് തൻ്റെ തയ്യൽ മെഷീനിലെ പൊടി തുടച്ചു കളഞ്ഞു. ഒരു മെഴുകുതിരി കത്തിച്ച് തൻ്റെ മരിച്ചുപോയ അമ്മ ആനിയുടെ ഫോട്ടോക്ക് മുന്നിൽ വെച്ചു. ആ നിമിഷമാണ് അവൾ തൻ്റെ സങ്കടം തുറന്നു വിടുന്നത്. അയൽപക്കത്തെ ശാരദ ചേച്ചി ഒരു ബ്ലൗസ് അഴിച്ചു തുന്നാൻ കൊടുത്തിരുന്നു. തിരക്കിട്ട് അലീന ആ പണി ചെയ്തു തുടങ്ങി. അലീന മെഷീൻ്റെ ചക്രം കറക്കി തുടങ്ങിയിരുന്നു. കത്രീനയുടെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവുകളെ ആ ശബ്ദം സാവധാനം മായ്ച്ചു കളയുന്നത് പോലെ അവൾക്ക് തോന്നി. ശാരദ ചേച്ചി വന്ന് ബ്ലൗസ് മേടിച്ചു പോയി. പോകാൻ നേരം അവൾ അലീനയുടെ വെളുത്ത കൈകളിലെ വിരലടയാളങ്ങൾ നോക്കി നെടുവീർപ്പിട്ടു. നിന്റെ ചിലവിലല്ലേ അവരൊക്കെ ജീവിക്കുന്നേ, പിന്നെ എന്തിനാ കൊച്ചേ നീ ഇങ്ങനെ താഴ്ന്നു കൊടുക്കുന്നേ എന്നവർ ചോദിച്ചു. അലീന ഒന്നും മറുപടി പറയാതെ പതിയെ ചിരിച്ചു. പാവം പെൺകുട്ടി എന്നവർ മനസ്സിൽ പറഞ്ഞു. അലീന തയ്യൽ മെഷീനിൽ നൂൽ കോർക്കുമ്പോൾ അവളുടെ ശ്രദ്ധ പുറത്തെ റോഡിലായിരുന്നു. കത്രീനയുടെ അടിയേറ്റ് ചുവന്ന വിരലുകൾ മെഷീൻ ചക്രത്തിൽ അമരുമ്പോൾ ഉണ്ടായ വേദനയേക്കാൾ ശാരദ ചേച്ചിയുടെ ചോദ്യം അവളുടെ ഉള്ളിൽ നീറ്റലുണ്ടാക്കി. നിന്റെ ചിലവിലല്ലേ അവരൊക്കെ കഴിയുന്നതെന്ന്. സത്യമാണ്. പക്ഷേ ആ സത്യം അവരോട് വിളിച്ചു പറയാൻ അലീനയുടെ സ്നേഹം അവളെ അനുവദിച്ചില്ല. പെട്ടെന്നാണ് റോഡിൽ ആ പരിചിതമായ ബൈക്കിൻ്റെ ഇരമ്പൽ കേട്ടത്. അവളുടെ ഹൃദയമിടിപ്പ് ഒന്ന് വേഗത്തിലായി. ആദമാണ്. കടയുടെ തൊട്ടടുത്തുള്ള ചായക്കടക്ക് മുന്നിൽ ആദം തൻ്റെ ബൈക്ക് നിർത്തി. ആ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അലീനയുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിയും. ആദം ബൈക്കിൽ നിന്നിറങ്ങി ഹെൽമറ്റ് മാറ്റിയപ്പോൾ മുഖത്തേക്ക് ചിതറി വീണ അവൻ്റെ മുടിയിഴകൾ അവൾ തുന്നൽ മെഷീൻ്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കി. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് പിന്നാലെ നടന്ന് പ്രണയം പറഞ്ഞതാണ് ആദം. അന്ന് പേടിച്ചുകൊണ്ട് അപ്പച്ചനോട് പറഞ്ഞ് അവന് തല്ല് വാങ്ങിച്ചു കൊടുത്തത് ഓർക്കുമ്പോൾ ഇന്ന് അലീനക്ക് സങ്കടവും ഒപ്പം ചിരിയും വരും. അന്ന് തുടങ്ങിയതാണ് അവൻ്റെ ആ അവഗണന. ഇപ്പോൾ അവൻ അവളെ ഒന്ന് നോക്കാറുപോലുമില്ല. എന്നാൽ അലീനയുടെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടം നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദം ചായക്കടയിലുള്ള ആരോടോ ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. ഇടയ്ക്ക് ശബ്ദമുയർത്തിയും കൈകൾ വീശിയും അവൻ സംസാരിക്കുന്നത് അലീന നോക്കിയിരുന്നു പോയി. അവൻ്റെ ആ കടുപ്പമുള്ള മുഖത്തേക്ക് തന്നെ അവൾ ഉറ്റുനോക്കി. നാട്ടിൽ അവനൊരു ഗുണ്ടാ പരിവേഷമാണ്. എന്നാൽ നേരും നെറിയില്ലാത്ത ഒന്നും ആദം ഇന്നുവരെ ചെയ്തിട്ടുമില്ല. തൻ്റെ പ്രണയം ഉള്ളിലൊതുക്കി അവനെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നതാണ് അലീനയുടെ ഇപ്പോഴുള്ള ഏക ആശ്വാസം. പെട്ടെന്ന് ആദം അവൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു. അലീന പേടിച്ച് വേഗം തല താഴ്ത്തി മെഷീനിലേക്ക് ശ്രദ്ധിച്ചു. ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഒരിക്കൽ പോലും തൻ്റെ കടയിലേക്ക് നോക്കുന്നില്ല എന്ന തിരിച്ചറിവ് ഉള്ളിൽ ഒരു ചെറിയ നോവായി പടർന്നു.
ചായ കുടിച്ചു കഴിഞ്ഞ് അവൻ വീണ്ടും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പാഞ്ഞു പോയപ്പോൾ ആ പുകപടലങ്ങൾക്കിടയിലൂടെ അവൾ അവനെ തന്നെ നോക്കിയിരുന്നു പോയി. എന്നെങ്കിലും നീ എന്നോട് മിണ്ടാതിരിക്കില്ല ആദം, അവൾ മനസ്സിൽ മന്ത്രിച്ചു. വീണ്ടും തയ്യൽ മെഷീൻ ചലിച്ചു തുടങ്ങി. ഇപ്പോൾ ആ ശബ്ദത്തിനൊരു താളമുണ്ടായിരുന്നു. ആദത്തിനൊപ്പമുള്ള പഴയ കാലത്തിൻ്റെ ഓർമ്മകൾ തുന്നിച്ചേർത്ത പ്രണയത്തിൻ്റെ താളം. രാത്രി ഒന്ന് ഉറങ്ങിയതിന് ശേഷം വല്ലാതെ ദാഹിച്ചപ്പോഴാണ് അന്ന് അലീന വെള്ളമെടുക്കാൻ അടുക്കള വശത്തേക്ക് വന്നത്. ഒരു ജഗ്ഗിൽ വെള്ളം എടുത്ത് തിരികെ റൂമിലേക്ക് കടക്കും വഴിയാണ് റോസുവിൻ്റെ മുറിയിൽ നിന്നും അടക്കിയ സ്വരവും ചിരിയും കേൾക്കുന്നത്. പലതവണ തിരുത്താൻ നോക്കിയിട്ടും അവൾക്ക് തന്നോടുള്ള ശത്രുത കൂടിയെന്നല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നും കാണുന്നതാണ് അസമയത്തെ ഈ ഫോൺ വിളി. കത്രീനമ്മ അവളെ ശരിക്കും ശ്രദ്ധിക്കാറ് പോലുമില്ല. പ്രായത്തിൻ്റെ എടുത്തുചാട്ടം ആവോളമുള്ള പ്രായമാണ് ഇപ്പോൾ റോസുവിന്. അതുപോലും കത്രീനമ്മ കണക്കിലെടുക്കാറില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ തൻ്റെ മുറിയിലേക്ക് കടക്കാൻ ഒരുങ്ങവെയാണ് പകുതി ചാരിയിട്ട നിലയിൽ അടുക്കള വാതിൽ അലീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. താൻ അടുക്കള വാതിൽ അടച്ചെന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് അലീന കിടക്കാൻ പോയതും. ആലോചനയോടെ നിൽക്കുന്ന അലീനയുടെ ചെവിയിലേക്ക് പൊടുന്നനെ അപരിചിതമായ ഒരു പുരുഷ ശബ്ദം വന്ന് തടച്ചു. അതോടൊപ്പം അയാളുടെ അടക്കിയുള്ള ചിരിയും. ഫോണിൽ നിന്നായിരിക്കുമെന്നാണ് അലീന ആദ്യം കരുതിയത്. പിന്നെ അത് തൊട്ടടുത്ത് നിന്ന് കേൾക്കുന്ന പോലെ. കർത്താവേ! പൊടുന്നനെ ഉണ്ടായ ഒരു തിരിച്ചറിവിൽ അലീന നെഞ്ചിൽ കൈവച്ചുകൊണ്ട് റോസുവിൻ്റെ അടഞ്ഞ മുറിവാതിൽക്കൽ പോയി ചലനം മറ്റും നിന്നുപോയി. ആദ്യമൊന്ന് അറച്ചു നിന്നെങ്കിലും യാന്ത്രികമായി തന്നെ അവൾ മുറിക്കടുത്തേക്ക് നീങ്ങി. റോസുവിൻ്റെയും മറ്റൊരാണിൻ്റെയും അടക്കി പിടിച്ചുള്ള സംസാരവും ചിരിയും അവളുടെ കാതിലേക്ക് ചുഴിഞ്ഞു കയറി. ഒരേക്കത്തോടെ അലീന പതിയെ മുറിയുടെ വാതിലിൽ തട്ടി. പൊടുന്നനെ മുറിക്കകത്ത് നിശബ്ദത വരക്കുന്നത് അവൾ അറിഞ്ഞു. അലീനയുടെ നെഞ്ചൊന്ന് പിടച്ചു. അവൾ തുടരെ തുടരെ വാതിലിൽ തട്ടിക്കൊണ്ടിരുന്നു. ഏതൊരു നിമിഷത്തിൽ റോസ് വാതിൽ തുറന്നു. അവളുടെ അഴിഞ്ഞുലഞ്ഞ മുടിയും വിയർത്തു കുളിച്ച നിൽപ്പും എല്ലാം കൂടെ കണ്ടപ്പോൾ അലീനക്ക് ആത്മനിയന്ത്രണം വിട്ടു. മുറിക്ക് പുറത്ത് അലീനയെ കണ്ട റോസുവിൻ്റെ മുഖത്ത് പക്ഷേ ആശ്വാസമായിരുന്നു. അവളിൽ നിന്നും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പ് ഉയർന്നു. അമ്മച്ചിയോ മറ്റോ ആയിരിക്കുമോ എന്നൊരാദിയിലായിരുന്നു റോസ് വാതിൽ തുറന്നതുപോലും. നിങ്ങൾക്ക് രാത്രി ഉറക്കൊന്നുമില്ലേ മനുഷ്യനെ മെനക്കെടുത്താൻ? റോസു അഴിഞ്ഞുലഞ്ഞ മുടി വാരിക്കെട്ടിക്കൊണ്ട് അലീനയോട് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം അലീന അവളെ വലത്തെ കയ്യിൽ പിടിച്ച് വലിച്ച് റൂമിന് പുറത്തേക്കിട്ടിരുന്നു. റോസ് ഒരു നിമിഷം പകച്ചുപോയി. അതിൻ്റെ അടുത്ത നിമിഷം അവളുടെ മുഖം അടച്ച് ഒരടി വീണിരുന്നു. റോസു പകപ്പോടെ അടി കൊണ്ട കവിൾ കൈ വെച്ച് പൊതിഞ്ഞുകൊണ്ട് അലീനയെ നോക്കി. അലീന ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. തുടരെ തുടരെ അലീന റോസുവിൻ്റെ കയ്യിലും തോളിലും ഒക്കെയായി തല്ലിക്കൊണ്ടിരുന്നു. എല്ലാവരും നിന്റെ കുസൃതിക്കൊക്കെ നിന്ന് തരുമ്പോൾ അതൊരു മുതൽക്കൂട്ടായി എടുക്കുകയായിരുന്നു അല്ലേ നീ എന്നാടി ഇത്രയും അധപതിച്ചു പോയത്? അലീനക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നി. പൊടുന്നനെ മുറിയിൽ നിന്നും ഒരുവൻ ഇറങ്ങി വന്ന് അലീനയുടെ കയ്യിൽ പിടിച്ചു. അലീന അവനെ ഉറ്റുനോക്കി. കണ്ടാൽ മാന്യൻ എന്ന് തോന്നിക്കുമെങ്കിലും അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു കൗശലം ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. സ്വന്തം ചേച്ചിയൊന്നല്ലല്ലോ അവളെ ഇങ്ങനെ ഇട്ട് തല്ലാൻ. അതുൽ ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ട് അലീനയെ നോക്കി പറഞ്ഞു. അപ്പുറം പകയോടെ റോസു അലീനയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളും ഞാൻ ഇഷ്ടത്തിലാ. ഞാൻ ഇവളെ തന്നെ കെട്ടുകയും ചെയ്യും. ഇതിൻ്റെ ഇടക്ക് നിങ്ങളുടെ റോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുൽ പരിഹാസത്തോടെ അലീനയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. വീട്ടിൽ അർദ്ധരാത്രി വേണ്ടാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടും പ്രണയമാണെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ന്യായീകരിക്കുന്നോടാ. അതും എൻ്റെ വീട്ടിൽ കയറിവെന്ന് എന്നോട്. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അലീന അതുലിൻ്റെ പിടിയിൽ നിന്നും കൈ വലിച്ചെടുത്തുകൊണ്ട് അവൻ്റെ കർണൻ നോക്കി ഒന്ന് കൊടുത്തിരുന്നു. ആ അടിയിൽ അതുലിനേക്കാൾ ഏറെ പകച്ചുപോയത് റോസു ആയിരുന്നു. ചേച്ചിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുൽ അലീനയെ കത്തുന്ന ഒരു നോട്ടം നോക്കി. പൊടുന്നനെ കത്രീനയുടെ മുറിയിലെ വെട്ടം തെളിയുന്നതും അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാണെ റോസു വിറച്ചു പോയിരുന്നു. ഇറങ്ങി വന്ന കത്രീന റോസുവിനെയും അതുലിനെയും പരിഭ്രാന്തിയോടെ നോക്കി. ആരാ ഇവൻ? കത്രീന ഉഗ്രകോപത്താൽ അതുലിൻ്റെ അടുത്തേക്ക് നീങ്ങി. കത്രീന നിശബ്ദമായി നിൽക്കുന്ന അതുലിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പിന്നെയും ചോദ്യം ആവർത്തിച്ചു. ആരാട നീ? അവർ ദേഷ്യം കൊണ്ട് വിറച്ചുപോയി. ചേച്ചി വിളിച്ചു കയറ്റിയതാ. ഞാൻ കണ്ടുവന്നപ്പോൾ എന്നെ പ്രതിയാക്കാൻ നോക്കുക, റോസു പതർച്ചയോടെ പറഞ്ഞു. അലീന ഞെട്ടലോടെ അവളെ ഉറ്റുനോക്കി. അതുലിൻ്റെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി. അവൻ റോസുവിനെ ഒന്ന് ചുഴുങ്ങി നോക്കി. ഓന്തിനെ പോലെ നിറം മാറാൻ കഴിവുള്ളവൾ, അവൾ പുച്ഛത്തോടെ ഓർത്തുപോയി. റോസുവിൻ്റെ കണ്ണിൽ കൂടെ നിൽക്കണമെന്നൊരു യാചന മിന്നി. അതുലിൻ്റെ ചുഴിഞ്ഞുള്ള നോട്ടത്തിൽ അവളുടെ മുഖം കുനിഞ്ഞുപോയി. അമ്മച്ചി ഞാനല്ല, റോസുവാ.
അലീന തൻ്റെ ഭാഗം പറയുമ്പോഴേക്കും കത്രീന അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് വലത്തെ കവിളിൽ പ്രഹരിച്ചു കഴിഞ്ഞിരുന്നു. റോസു വിജയഭാവത്തിൽ ഒന്ന് ചിരിച്ചു. അലീന അത് ഇടം കണ്ണാലെ കാണുകയും ചെയ്തു. എത്ര അവന്മാരാടി നിനക്ക്, ഉടുപ്പുണ്ടോടി ഇങ്ങനെ ജീവിക്കാൻ? കത്രീന അവൾക്ക് നേരെ പൊട്ടിത്തെറിച്ചു. പിന്നെയും അടിക്കാനാഞ്ഞ കത്രീനയുടെ കൈകളിൽ അലീന പിടിമുറുക്കി. ഇനി ഇതിൻ്റെ പേര് എൻ്റെ ദേഹത്തെങ്ങാനും തൊട്ട അമ്മച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, അലീന പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി, നീ എന്നെ തിരിച്ചു തല്ലുവോ? കത്രീന ചീറ്റപ്പുലിയെ പോലെ അവൾക്ക് നേരെ കുതിച്ചു ചാടി. തൊട്ടു നോക്ക് ധൈര്യമുണ്ടെങ്കിൽ, ചിലപ്പോൾ തിരിച്ചു തല്ലിയെന്ന് വരും, അലീന വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കത്രീന അതിശയത്തോടെ അവളെ നോക്കി. അവളുടെ ആ ഒരൊറ്റ വാക്കിൽ പകച്ചുപോയി. എല്ലാത്തിൻ്റെയും സ്വഭാവം അറിഞ്ഞിട്ടും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ഞാൻ പൊട്ടിയായിട്ടല്ല, ബന്ധങ്ങൾ അറുത്ത് കളയാൻ വയ്യാഞ്ഞിട്ടാ. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അലീനയുടെ ആത്മനിയന്ത്രണം തെറ്റി. ഇവളെ നിങ്ങൾ തലയിൽ കയറ്റി നടക്കുന്നുണ്ടല്ലോ, സൂക്ഷിച്ചോ. തരം കിട്ടിയ ഇവൾ നിങ്ങളെ അടക്കം തള്ളി പറയും. സ്വന്തം കാര്യം നടക്കാൻ ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്തവളാ ഇവൾ, അലീന റോസുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഇങ്ങനെ നിന്ന് അങ്ങ് പ്രസംഗിച്ചാൽ ഞാൻ അങ്ങ് ഒതുങ്ങും എന്ന് വിചാരിച്ചോ? കത്രീന പല്ലി ഞെരിച്ചുകൊണ്ട് ചോദിച്ചു. എങ്കിൽ വിളിക്ക്, നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിളിക്ക്. ഇവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം ഉള്ള സത്യമൊക്കെ, അലീന ഒട്ടും പതറാതെ പറഞ്ഞു. പ്രണയിക്കുന്നതൊന്നും ഒരു തെറ്റല്ല റോസു, പക്ഷേ നീ ഇപ്പോൾ കാണിച്ചത് പ്രേമല്ല, അതിന് വേറെ പേരാ പറയേണ്ടത്, അലീന റോസുവിനോട് പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തെ മുറിയിലേക്ക് കയറി. അവളുടെ വാക്കുകളിൽ റോസു ചൂളിപ്പോയി. അകത്തെ മുറിയിൽ അപ്പച്ചൻ കിടപ്പുണ്ട്, ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ. പക്ഷെ പുറത്ത് നടന്നതെല്ലാം അദ്ദേഹം കേട്ടു എന്നവൾക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ ആ കണ്ണ് നിറയില്ലല്ലോ. അവൾ അപ്പച്ചൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അന്ന് അവൾ അപ്പച്ചനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങി. പക്ഷെ പിറ്റേന്ന് അപ്പച്ചൻ്റെ തണുത്തുടഞ്ഞ ശരീരം കണ്ടുകൊണ്ടാണ് അലീന ഉറക്കം എഴുന്നേറ്റത്. ചങ്ക് പൊട്ടിയാവും അപ്പച്ചൻ മരിച്ചതെന്ന് തോന്നിപ്പോയി അലീനക്ക്. മൃതദേഹത്തിൻ്റെ അരികിൽ ഒന്ന് കരയാൻ പോലും ശേഷിയില്ലാതെ ചലനമറ്റിരിക്കുന്നവളെ ആദമും കണ്ടിരുന്നു അന്ന്. അവൻ്റെ ചങ്ക് പിടഞ്ഞുപോയി അവളെ നോക്കിയ ആ നോട്ടത്തിൽ. ഉള്ളിൽ ഒളിച്ചുകൊണ്ട് നടക്കുന്ന പ്രണയം അത്രയും ആ നിമിഷം സാഹചര്യം പോലും നോക്കാതെ മറന്നീക്കി വരുമോ എന്നവൻ ഭയപ്പെട്ടു. അപ്പച്ചൻ്റെ മരണത്തോടെ അലീന ആകെ തകർന്നു. ആ വീട്ടിൽ പിന്നെ കത്രീനയും റോസുവും തോന്നും വിധമായിരുന്നു. ഒരിക്കൽ റോസുവിനെ കാണാൻ വന്ന അതുൽ അലീനയെ തിരഞ്ഞു തുടങ്ങിയതോടെ അലീനക്ക് ആ വീട്ടിൽ തൻ്റെ മാനത്തിന് പോലും സുരക്ഷിതത്വം ഇല്ല എന്ന് മനസ്സിലായി. അന്ന് പൂർണ്ണമായും അലീനക്ക് ജീവിതം മടുത്തു. അവൾ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. കടൽ തിരമാലകൾ അലീനയുടെ കാൽപാദങ്ങളെ നനച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്ന തോന്നൽ അവളെ ആഴക്കടലിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചു. കത്രീനയുടെ ക്രൂരതയും റോസുവിൻ്റെ സ്വഭാവവും എല്ലാം ഒടുവിൽ അവളെ എത്തിച്ചത് ആ കടൽക്കരയിലാണ്. അവൾ കണ്ണുകൾ അടച്ചു. ഒരു ചുവടുകൂടി മുന്നോട്ട് വെക്കാൻ തുടങ്ങിയതും പിന്നിൽ നിന്നും ആ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി. എന്താ വച്ചേ, വെള്ളത്തിൻ്റെ തണുപ്പ് നോക്കാൻ വന്നതാണോ അതോ മീൻ പിടിക്കാൻ ഇറങ്ങിയതാണോ? പുറകിലെ സ്വരം കേട്ടതും അലീന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആദം ബൈക്കിൽ ചാരി നിൽപ്പാണ് അവൻ. അവൻ്റെ പരിഹാസം നിറഞ്ഞ ചോദ്യം കേട്ടപ്പോൾ അലീനയുടെ സങ്കടമെല്ലാം പരിഭ്രമമായി മാറി. ഞാൻ ഇവിടെ വെറുതെ വന്നതാ, അവൾ പതർച്ചയോടെ പറഞ്ഞു. വെറുതെ വന്നതോ അതോ ചാടി ചാവാൻ വന്നതോ? ആദം പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ട് ചോദിച്ചു. അവൻ്റെ കണ്ണുകളിൽ പഴയ ഗൗരവമില്ല, പകരം ഒരു കുസൃതി ചിരി മിന്നി മറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, കടലിൽ ചാടി മരിക്കാൻ നോക്കണ്ട, വല്ല സ്രാവും വന്ന് നിന്നെ തിരിച്ച് കരയിലേക്ക് തന്നെ തള്ളും. വെറുതെ ഉപ്പും വെള്ളം കുടിച്ച് വയറ് വീർക്കാൻ വന്നല്ലാതെ വേറൊരു ഗുണവുമില്ല. അലീന ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. അവളുടെ കണ്ണുനീർ തുള്ളികൾ മണലിൽ പതിച്ചു. ആട്ടെ, എന്തിനാണ് ഭവതി ഇങ്ങനെ ഒരു കടുത്ത തീരുമാനമെടുത്തത്? കേൾക്കട്ടെ, ആദം ചിരിയോടെ ചോദിച്ചു. ജീവിച്ചു മടുത്തിട്ട്, ഒട്ടും ആലോചിക്കാതെ അലീന മറുപടി നൽകി. ആഹാ, നല്ല ഫ്രഷ് ഉത്തരം. ആദം അവളെ കളിയാക്കി. അലീന ഒന്നും മിണ്ടിയില്ല. എന്താ നിന്റെ നാവിൻ്റെ നീളം കുറഞ്ഞു പോയോ? അതോ നിന്റെ ആ പരട്ടത്തള്ള കത്രീന ആ നാവ് അരിഞ്ഞ് ഉപ്പിലിട്ടോ? പണ്ടൊരു പ്രേമലേഖം തന്നതിന് നീ എന്നെ ചുറ്റിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല, ആദം ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ ആദമേ എന്നെ ഇങ്ങനെ കളിയാക്കുന്നത്? അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ആദത്തിൻ്റെ മുഖത്തെ പരിഹാസം സാവധാനം അലിഞ്ഞില്ലാതായി. അവൻ അവളുടെ അരികിൽ വന്നു നിന്നു. നീ മരിച്ച പിന്നെ എനിക്ക് ആരാടി കൊച്ചേ? ആദ്യം ചോദിക്കവേ അലീന ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ആ കണ്ണുകൾ നിലാവത്ത് തിളങ്ങുന്നു. എത്ര കാലമായിരുന്നോ നീ ഈ ചങ്കിൽ കയറിക്കൂടിയിട്ട്? ആദം അവളുടെ കവിളുകളിൽ കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. അലീന ഉമിനീർ വിഴുങ്ങി നിന്നുപോയി. എനിക്കിഷ്ടാ നിന്നെ, ഒരുപാട് ഇഷ്ടം, എന്നേക്കാൾ ഇഷ്ടം.
ഈ ഭൂമിയിലെ മറ്റെന്തിനേക്കാളും കൂടുതൽ ഇഷ്ടം അലീനക്ക് ലോകം അവനിലേക്ക് ചുരുങ്ങുന്ന പോലെ തോന്നി. നിനക്ക് ആരുമില്ലെന്ന് ആരടി പറഞ്ഞത്? കൊല്ലം കുറെ മുമ്പേ തുടങ്ങിയതാ നിന്നോടുള്ള എൻ്റെ കൊതി. ആദത്തിൻ്റെ വാക്കുകൾ കേട്ട് അലീന അവിശ്വസനീയതയോടെ അവനെ ഒന്ന് നോക്കി. ഇനി ആ വീട്ടിലേക്ക് നീ പോവണ്ട. നിന്നെ നൊമ്പരപ്പെടുത്താൻ ഇനി ഞാൻ ആരെയും അനുവദിക്കത്തില്ല കൊച്ചേ. ആദം അവളെയും കൂട്ടി തൻ്റെ ബൈക്കിനടുത്തേക്ക് നടന്നു. അലീന വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കി. നീ എൻ്റെ ചോര ഊറ്റിക്കുടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ആദം പതിയെ ചിരിച്ചു. അലീനയുടെ മുഖം ജാള്യതയിലൊന്നും മങ്ങി. ഏയ്, നീ ചോര ഊറ്റിക്കോ എൻ്റെ മാലാക കൊച്ചേ. ഇടയ്ക്ക് എനിക്കും ഒരവസരം തന്നാൽ മതി. ഇടയ്ക്കൊക്കെ ഒരിത്തിരി ചോര ഞാനും ഊറ്റിക്കോട്ടെ ഈ ദേഹത്ത് നിന്ന്. ചോദിക്കുന്നതിനൊപ്പം ആദം അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചിരുന്നു. ആ ലോകം അലീനയിലേക്കും അവൻ്റെ ആദമിലേക്കും ചുരുങ്ങിപ്പോയി. അന്നേരം അവൾ സ്നേഹിച്ചങ്ങനെ ജീവിക്കട്ടെ അല്ലേ? അവസാനിച്ചു. സൂര്യകാന്തി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ വായിക്കുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു കഥയുമായി ഞാൻ ഇനിയും വരുന്നതാണ്. താങ്ക് യു.